ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷൻ തുടങ്ങുന്നു. കേരളത്തിൽ സാധാരണമായിക്കൊണ്ടിരിക്കുന്ന വിവാഹ ദൂർത്ത് ഉയർത്തുന്ന സാമൂഹിക പ്രശ്നങ്ങൾ. പ്രധാന വാർത്തകൾ. ഗസയിൽ 7 ആഴ്ചയായി തുടരുന്ന സംഘർഷത്തിന് വിരാമമാകുന്നു. ദീർഘകാല വെടിനിർത്തലിന് ഇസ്രയേലും ഹമാസും ധാരണയിലെത്തി. വെടിനിർത്തൽ കരാർ സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം കെയ്റോയിൽ. പ്രതിരോധത്തിന്റെ വിജയമെന്ന് ഹമാസ്. ബിജെപിയുടെ നയരൂപീകരണ സമിതിയിൽ നിന്ന് LK അഡ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും ഒഴിവാക്കി. അഡ്വാനിക്കും ജോഷിക്കും ഇനി ഇടം മാർഗനിർദ്ദേശ സമിതിയിൽ. പുനഃസംഘടിപ്പിക്കപ്പെട്ട പാർലമെന്ററി ബോർഡിൽ JP നദ്ദയും ശിവരാജ് സിംഗ് ചൗഹാനും. സംസ്ഥാനത്തെ ബാറുകൾ അടച്ചുപൂട്ടുന്നത് ഓണത്തിന് ശേഷം. സമയപരിധി സർക്കാർ സെപ്റ്റംബർ 12 വരെ നീട്ടി. പൂട്ടിയ ബാറുകളിൽ ബിയർ പാർലറുകൾ തുടങ്ങാം. പുതിയ മദ്യനയം നിയമമാക്കണമെന്ന് ഹൈക്കോടതി. VM സുധീരന് വീണ്ടും K ബാബുവിന്റെ മറുപടി. പണിയെടുക്കുന്നവർക്ക് ക്ഷീണമുണ്ടെന്നും പ്രസംഗിച്ച് നടക്കുന്നവർക്ക് അതറിയില്ലെന്നും ബാബു. ഗവർണർ ഷീല ദീക്ഷിത് രാജിവെച്ചു. രാജി മിസോറാമിലേക്ക് സ്ഥലം മാറ്റുമെന്ന അഭ്യൂഹങ്ങൾക്കിടെ പിന്നീട് പ്രതികരിക്കാമെന്ന് ഷീല ദീക്ഷിത്. നാളികേര കർഷകരുടെ പ്രതീക്ഷയായ നീര പദ്ധതി കൃഷിവകുപ്പ് തന്നെ അട്ടിമറിക്കുന്നു. പദ്ധതിയിൽ നിന്ന് കേര കർഷക സൊസൈറ്റികളെ അകറ്റി നിർത്തി. ബജറ്റ് തുക കർഷക സംഘങ്ങൾക്ക് നൽകാതെ തടഞ്ഞുവെച്ചു. പദ്ധതി കൃഷിമന്ത്രിക്ക് താൽപ്പര്യമുള്ള ഏജൻസിക്ക് നൽകാൻ നീക്കം. ഗസയിൽ ദീർഘകാല വെടിനിർത്തലിന് ഇസ്രായേലും ഹമാസും ധാരണയായി. 7 ആഴ്ചയായി തുടരുന്ന ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേലുമായി ധാരണയിലെത്തിയതായി മുതിർന്ന ഹമാസ് നേതാവ് സമി അബു സുഹരി അറിയിച്ചു. പ്രതിരോധത്തിന്റെ വിജയം എന്നാണ് ഹമാസ് നേതാവ് വെടിനിർത്തലിനെ വിശേഷിപ്പിച്ചത്. വെടിനിർത്തൽ കരാർ കൈറോയിൽ നിന്നും ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. ആക്രമണം തുടങ്ങി 50-ാം നാളിലാണ് ദീർഘകാല വെടിനിർത്തലിന് ധാരണയായിരിക്കുന്നത്. വിവരങ്ങളുമായി MCA നാസർ ഉണ്ട്. നാസർ, ഒരുപക്ഷെ വളരെ വലിയ ഒരു സംഘർഷ ദിനങ്ങൾക്ക് ശേഷം, 50 ദിവസങ്ങൾക്ക് ശേഷം ആശ്വാസകരമായാണ് ഇപ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ കരാറിന്റെ ധാരണയുടെ വിവരങ്ങൾ പുറത്തു വരുന്നത്. എന്തൊക്കെയാണ് ഇതിലെ വ്യവസ്ഥകൾ? ഇത് എത്രത്തോളം പ്രായോഗിക തലത്തിൽ ഗുണം ചെയ്യും? ഗോപി, അല്പം മുമ്പാണ് ഇത് സംബന്ധിച്ച ഒരു തീരുമാനം ഇത് ഹമാസ് വക്താവിൻ്റെതായിട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. ഇസ്രായേലിന്റെ ഔദ്യോഗിക പ്രതികരണം ഇതുവരെയും പുറത്തു വന്നിട്ടില്ല. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ മഹ്മൂദ് അബ്ബാസ് മാധ്യമപ്രവർത്തകരെ കൈറോയിൽ കാണുന്നുണ്ട്. അദ്ദേഹം ഇത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ, പ്രത്യേകിച്ച് ഏതൊക്കെ രൂപത്തിലാണ് ഉടമ്പടികൾ രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം നമുക്കറിയാം, പിന്നിട്ട് ഏതാനും ദിവസങ്ങളായി വളരെ തിരക്കിട്ട ചർച്ചകളായിരുന്നു. അത് കൈറോയിൽ മാത്രമായിരുന്നില്ല, ദോഹയിലും അതോടൊപ്പം തന്നെ ഗസയിലും റാമല്ലിയും ഈ 4 കേന്ദ്രങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് നടന്ന വളരെ തിരക്കിട്ട പ്രായോഗികമായിട്ടുള്ള വാക്കുതർക്കങ്ങൾക്ക് ഒടുവിൽ തന്നെയാണ് ഏറെക്കുറെ ലഭ്യമായിട്ടുള്ള അവസ്ഥയിലേക്ക് ഈ കരാർ രൂപപ്പെട്ടിരിക്കുന്നത് എന്നതാണ് നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന വിവരം. പക്ഷേ നേരത്തെ ഹമാസ് മുന്നോട്ട് വെച്ചിരുന്ന 3 ഉപാധികൾ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനം തങ്ങൾക്ക് മേൽ ഏർപ്പെടുത്തിയിരിക്കുന്ന ഉപരോധം നീക്കണം എന്നതായിരുന്നു. ഇക്കാര്യത്തിൽ ഈ കരാർ എന്താണ് പറയുന്നത് എന്ന കാര്യം അല്പം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ബോധ്യമാവുകയുള്ളൂ. അതോടൊപ്പം തന്നെ ഹമാസ് ഉൾപ്പെടെയുള്ള ഇസ്ലാമിക് ജിഹാദ് ഉൾപ്പെടെയുള്ള സംഘടനകളെ പൂർണ്ണമായും നിരാധീകരിക്കാതെ ഈ ആക്രമണത്തിൽ നിന്ന് തങ്ങൾ പിൻവാങ്ങില്ല എന്ന വളരെ ഉറച്ച നിലപാടായിരുന്നു ഇസ്രായേൽ കൈക്കൊണ്ടിരുന്നത്. പക്ഷേ ഇക്കാര്യത്തിൽ ഏത് അർത്ഥത്തിലാണ് ഈ കരാറിൽ വ്യവസ്ഥകൾ വന്നിട്ടുള്ളത് എന്ന കാര്യവും അല്പം കഴിഞ്ഞാൽ മാത്രമേ ബോധ്യമാവുകയുള്ളൂ. എങ്കിലും ഏതാണ്ട് നേരത്തെ ഗോപി സൂചിപ്പിച്ചതുപോലെ 50 ദിവസങ്ങളായി തുടരുന്ന 2160ഓളം പലസ്തീൻകാർക്ക് ജീവൻ നഷ്ടപ്പെട്ട ഈ ഒരു വലിയ ആക്രമണം ഒരുപക്ഷെ ഇത് പശ്ചിമേഷ്യ മൊത്തത്തിൽ തന്നെ ഒരു ആശങ്കാകുലമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്ന ഈ ഒരു ഘട്ടത്തിൽ ഈ ഒരു തീർപ്പിലേക്കും ലഭ്യമായിട്ടുള്ള ഒരു സമാധാന നീക്കത്തിലേക്കും വന്നു എന്നതിൽ അറബ് ലോകം മൊത്തം തന്നെ ആഹ്ലാദം രേഖപ്പെടുത്തുന്നുണ്ട്. ഗസയിൽ ദീർഘകാല വെടിനിർത്തൽ കരാർ അംഗീകരിച്ചതായി ഹമാസ് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിക്കുന്നു. എന്നാൽ കരാറിന്റെ വ്യവസ്ഥകൾ സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാകാൻ പോകുന്നതേ ഉള്ളൂ. കരാർ സംബന്ധിച്ചിട്ടുള്ള ഔദ്യോഗിക പ്രഖ്യാപനം കൈറോയിൽ നിന്നാണ് ഉണ്ടാകാൻ പോകുന്നത്. MCA നാസർ വിവരങ്ങൾ നൽകുകയായിരുന്നു. ആഡംബര വിവാഹത്തിന് സെസ് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കി. ഇങ്ങനെ പിരിക്കുന്ന നികുതി യാതൊരു ക്ഷേമ പ്രവർത്തനത്തിനും ഉപയോഗിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഉത്തരവ് കോടതി റദ്ദാക്കിയത്. എന്നാൽ വിധിക്കെതിരെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിനെ സമീപിക്കുമെന്ന് ധനമന്ത്രി KM മാണി പറഞ്ഞു. 500-ലധികം സീറ്റുകളുള്ള ഓഡിറ്റോറിയങ്ങളിൽ നടക്കുന്ന വിവാഹങ്ങൾക്ക് നികുതി ഈടാക്കുന്നതായിരുന്നു സർക്കാർ ഉത്തരവ്. ഇതിനെതിരെ ഓഡിറ്റോറിയം ഉടമകളുടെ സംഘടന സമർപ്പിച്ച ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നടപടി. ഇതുവരെ 4 കോടി രൂപ ഈ ഇനത്തിൽ സർക്കാർ പിരിച്ചെടുത്തിട്ടുണ്ട്.
ഈ തുക യാതൊരു തരത്തിലുള്ള ക്ഷേമപ്രവർത്തനത്തിനും ഉപയോഗിച്ചിട്ടില്ലെന്നായിരുന്നു ഓഡിറ്റോറിയം ഉടമകളുടെ വാദം. ഈ വാദം അംഗീകരിച്ചുകൊണ്ടാണ് സർക്കാർ ഉത്തരവ് ഹൈക്കോടതി റദ്ദാക്കിയത്. നിർധനരായ യുവതികളുടെ വിവാഹാവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഈ തുക വിനിയോഗിക്കുന്നതെന്ന സർക്കാർ വാദവും ഹൈക്കോടതി അംഗീകരിച്ചില്ല. മീഡിയ 1 കൊച്ചി. വിവാഹ ധൂർത്തിനും സ്ത്രീധനത്തിനുമെതിരെ രംഗത്തിറങ്ങാൻ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ കൗൺസിലിൽ പ്രമേയം. ഇതിന്റെ ഭാഗമായി പ്രാദേശിക ഘടകം മുതൽ സംസ്ഥാന വ്യാപകമായി ക്യാമ്പയിൻ നടത്താനാണ് തീരുമാനം. സംഘടനയ്ക്കകത്തും പുറത്തുമുള്ള വിവാഹ ധൂർത്തുകളെയും പ്രതിരോധിക്കും. കഴിഞ്ഞ ദിവസം ചേർന്ന മുസ്ലിം ലീഗ് സംസ്ഥാന കൗൺസിലിലാണ് വിവാഹധൂർത്തിനെതിരെ രംഗത്തിറങ്ങാൻ തീരുമാനിച്ചത്. മുസ്ലിം സമുദായത്തിനകത്തു തന്നെയുള്ള ആർഭാട വിവാഹങ്ങളും സ്ത്രീധന വിവാഹങ്ങളും ഇല്ലാതാക്കുന്നതിനുള്ള ക്യാമ്പയിനാണ് ആദ്യഘട്ട പരിപാടി. ഈ സ്ത്രീധന സമ്പ്രദായമാണെങ്കിലും മറ്റു കാര്യങ്ങൾ പാരിതോഷികം എന്ന പേരിൽ കൊടുക്കുന്ന കാറുകളാണെങ്കിലും വൻ തുകകളാണെങ്കിലും എല്ലാം തന്നെ സമൂഹത്തിന് വലിയൊരു തലവേദനയായി മാറുകയാണ്. അതുകൊണ്ട് തന്നെ ഇതിനെതിരായി ശക്തമായിട്ടുള്ള ബോധവൽക്കരണം വേണമെന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ബോധവൽക്കരണത്തിനാണ് ഞങ്ങൾ പ്രാമുഖ്യം നൽകുന്നത്. ക്യാമ്പയിനെ പിന്തുണയ്ക്കുന്ന സംഘടനകളുമായി സഹകരിച്ചാവും പ്രചാരണം നടത്തുക. വിവാഹ ദിനത്തിലും രാത്രികളിലും നടത്തുന്ന പാർട്ടികൾ, സ്ത്രീധനം തുടങ്ങിയവയ്ക്കെതിരായ പ്രവർത്തനം സംഘടനയ്ക്കകത്തു നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. സാധാരണക്കാർക്ക് പ്രവേശനം നിഷേധിക്കുന്ന വൻകിട വിവാഹ പാർട്ടികളിൽ നിന്ന് വിട്ടുനിൽക്കാനും ലീഗ് ആലോചിക്കുന്നുണ്ട്. മീഡിയ 1 മലപ്പുറം, കോഴിക്കോട്. ഈ വിഷയം ചർച്ച ചെയ്യുന്നു സ്പെഷ്യൽ എഡിഷൻ. ഇന്ന് ISM മുൻ പ്രസിഡന്റ് മുജീബ് റഹ്മാൻ കിനാലൂർ ഈ ചർച്ചയിൽ പങ്കെടുക്കാനുണ്ട്. ഒപ്പം തന്നെ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് PM സാദിഖ് അലി, ജനാധിപത്യ മഹിളാ അസോസിയേഷന്റെ സുജ സൂസൻ ജോർജും ഈ ചർച്ചയിൽ നമ്മോടൊപ്പം പങ്കെടുക്കും. ശ്രീ PM സാദിഖ് അലി, വിവാഹ ധൂർത്തിനെതിരെ പ്രതിരോധം തീർക്കാൻ രാഷ്ട്രീയമായ ഒരു നിലപാടെടുക്കാൻ, അത് പ്രമേയ പാസാക്കി പുറത്തേക്ക് കൊണ്ടുവരാൻ ലീഗ് തീരുമാനിക്കാൻ ഇടവരുത്തിയ സാഹചര്യം എന്താണ് ഇതിലൂടെ ലീഗ് ലക്ഷ്യമിടുന്നത്? അതായത് മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കൗൺസിൽ ഇന്നലെ ചേർന്നെടുത്ത പ്രമേയം ചർച്ച ചെയ്യുന്നതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. മുസ്ലിം ലീഗ് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. മുസ്ലിം ലീഗ് ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഇന്നലെ മറ്റ് രാഷ്ട്രീയ പ്രമേയങ്ങളും കൗൺസിൽ എടുത്തിട്ടുണ്ട്. പക്ഷെ മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് വിശിഷ്യ മുസ്ലിം സമുദായത്തിന്റെ ഗുണപരമായ സാമൂഹിക വിചാരങ്ങളുമായി അധിഷ്ഠിതമാണ്. ആ അർത്ഥത്തിൽ ഇന്ന് മുസ്ലിം സമൂഹത്തിൽ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിനെ പ്രതിനിധീകരിക്കുന്നത് കൊണ്ടാണ്. പൊതുവായി സമൂഹത്തിൽ നടക്കുന്ന ധനദുർവ്യയവും അതുപോലെ തന്നെ ഈ വിവാഹധൂർത്തും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതുണ്ട്. ജനങ്ങളെ ആ രീതിയിൽ ബോധവൽക്കരിക്കേണ്ടതുണ്ട്, യാഥാർത്ഥ്യത്തിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് എന്ന തികഞ്ഞ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി അത്തരമൊരു പ്രമേയം എടുത്തിട്ടുള്ളത്. അത് വളരെ നല്ല രീതിയിൽ തന്നെ ഈ ഒരു ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ട് എത്തിക്കുന്നതിന് മുസ്ലിം ലീഗിന്റെ ഭാഗത്തു നിന്നും സഹകരിക്കാവുന്ന മറ്റ് സംഘടനകളുടെ ഭാഗത്തു നിന്നും വേണ്ട രീതിയിൽ ഒരു കൂട്ടായ്മ ഉണ്ടാകുകയും ഇതിനു വേണ്ടുന്ന പ്രവർത്തനങ്ങൾക്ക് മുന്നിട്ടിറങ്ങുകയും ചെയ്യുക എന്നതാണ് മുസ്ലിം ലീഗിന്റെ തീരുമാനം. ശ്രീമതി സുജ സൂസൻ ജോർജ്, കേരളത്തിൽ ഈ അടുത്ത കാലത്തായി ആർഭാടപൂർണ്ണമുള്ള വിവാഹങ്ങൾ സാധാരണയായി കഴിഞ്ഞിട്ടുണ്ട്. ഇത് മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിരുന്നത് അതിപ്രശസ്തരായ വ്യക്തികളുടെ, പ്രത്യേകിച്ച് സിനിമാ താരങ്ങളുടെ അല്ലെങ്കിൽ വൻകിട വ്യവസായികളുടെ, വൻകിട മുതലാളിമാരുടെ ഒക്കെ അവരുടെ ബന്ധുക്കളുടെ എല്ലാം വിവാഹമാണ്. എന്നാൽ ഇപ്പോൾ നമ്മുടെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കളുടെ മക്കളുടെ വിവാഹം എല്ലാം തന്നെ ഈ തരത്തിൽ ആർഭാടപൂർണ്ണം നടക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. ലീഗ് എടുത്തിട്ടുള്ള ഈ തീരുമാനം ആത്മാർത്ഥതയോടുകൂടി നടപ്പാക്കാൻ കഴിയും എന്ന് കരുതുന്നുണ്ടോ? തീർച്ചയായും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ മുസ്ലിം ലീഗ് എടുത്ത തീരുമാനത്തെ അഭിനന്ദിക്കുകയാണ് ഞാനിവിടെ ചെയ്യുന്നത്. അത് കൃത്യമായി നടപ്പാക്കാൻ കഴിഞ്ഞാൽ അത് വലിയൊരു സാമൂഹ്യ മാറ്റത്തിന് വഴിതെളിക്കുമെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. നമുക്ക് ചരിത്രത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാവുന്ന ഒരു കാര്യമുണ്ട്. സാമൂഹ്യ നവോത്ഥാന കാലഘട്ടത്തിൽ കേരളത്തിൽ വിവാഹ ധൂർത്തിനെതിരായി നമ്മുടെ സാമൂഹ്യ നായകർ വലിയ ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. ശ്രീനാരായണ ഗുരു പറഞ്ഞത് 10-ൽ താഴെ ആളുകൾ മാത്രം മതി ഒരു വിവാഹത്തിൽ പങ്കെടുക്കാനെന്നാണ്. വധുവിൻ്റെയും വരൻ്റെയും കൂട്ടത്തിൽ നിന്ന് ആകെ 10 പേർ മതി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ മന്നത്ത് പത്മനാഭൻ നായർ വിഭാഗത്തിനിടയിൽ അടിയന്തരവും കല്യാണവും നടത്തി മുടിയുന്ന കുടുംബങ്ങളെക്കുറിച്ച് വലിയ വിമർശനം നടത്തിയിരുന്നു. അതിൽ നിന്ന് മോചിതമാകേണ്ടതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലും അദ്ദേഹത്തിൻ്റെ എഴുത്തുകളിലും ധാരാളമായി സംസാരിച്ചിട്ടുണ്ട്. ആ കാലഘട്ടങ്ങളിൽ അത് സമൂഹത്തിൽ നടപ്പിൽ വരുത്തിയൊരു കാലഘട്ടമായിരുന്നു.
ഒരു 70കളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കിയാൽ കേരളത്തിലെ വിവാഹം അത് സാമ്പത്തിക വ്യത്യാസം ഇല്ലാതെ തന്നെ വളരെ ലളിതമായി നടന്ന ഒരു ചടങ്ങായിരുന്നു നമുക്ക് കാണാൻ കഴിയും. നേരത്തെ ശ്രീനാരായണ ഗുരു മന്നത്ത് പത്മനാഭനും പരാമർശിച്ചിരുന്ന സംബന്ധം കൊണ്ടും കല്യാണങ്ങൾ കൊണ്ടും മുടിഞ്ഞ ഒരു കാലഘട്ടത്തിൽ നിന്ന് വിമോചിതമായൊരു കാലഘട്ടമായിരുന്നു 70കളുടെ കാലഘട്ടം. ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പെണ്ണാലോചന തുടങ്ങുമ്പോൾ മുതൽ അത് വിപണി കേന്ദ്രീകൃതമായ വലിയൊരു ഇവൻ്റായി മാറുകയാണ് ചെയ്യുന്നത്. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പന്നരുടെയോ താരങ്ങളുടെയോ മാത്രമല്ല, ഇടത്തരക്കാരുടെയും അതിലും താഴെ എന്തിന് ബിലോ പോവർട്ടി ലൈൻ, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവരുടെ ജീവിതം കൂടി ഇത്തരം വിവാഹം എന്ന് പറയുന്നത് വിപണി കേന്ദ്രീകൃത ഒരു വലിയ സംഭവമാക്കി മാറ്റാൻ, അത് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ മൊത്തമായി ഉണ്ടാകുന്ന മാറ്റമുണ്ട്, ഉപഭോഗ സംസ്കാരത്തിൻ്റെ ഭാഗമായി ഉണ്ടാകുന്ന മാറ്റമുണ്ട്. പക്ഷെ വിവാഹം എന്ന് പറയുന്ന ചടങ്ങ് വലിയൊരു സംഭവമാക്കി മാറ്റുക, അത് വിപണിയിൽ ഇപ്പോൾ ഒരു കല്യാണക്കുറി അടിക്കുന്നത്, വീഡിയോ, ക്യാമറ തുടങ്ങി ഒരു വലിയ സിനിമ സെറ്റപ്പിലാണ് കാര്യങ്ങൾ നടക്കുന്നത്. മാത്രമല്ല ഒരു ചടങ്ങിൽ എത്ര സിനിമാ താരങ്ങളുണ്ട്, സീരിയൽ താരങ്ങളുണ്ട്, എത്ര മന്ത്രിമാരുണ്ട്. ഒരു സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ പ്രതീകമായി മാറുകയാണ് വിവാഹം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമൂഹത്തെ നയിച്ചിരുന്ന വ്യക്തികൾ ഇതിന് മാതൃകാപരമായ